ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള ഭൂതത്താൻകെട്ട് ഡാമിലാണ് കേട്ടോ. എറണാകുളത്തുള്ളവർക്കെല്ലാം ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഭൂതത്താൻകെട്ട് ഡാം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഡാമിനോട് ചേർന്ന് തന്നെ ഇടതുവശത്തായിട്ട് അവർ നിർമ്മിച്ച പുതിയൊരു പാലമാണ് കേട്ടോ. ആ പാലത്തിൽ കൂടി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഡാമിലെ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. ഡാമിലെ എല്ലാ ഷട്ടറും ഓപ്പൺ ആയിരുന്നില്ല കേട്ടോ. ഇതുപോലെ 1-2 ഷട്ടർ മാത്രമായിരുന്നു തുറന്നിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാടിന്റെ നടുവിലൂടെയുള്ള ബോട്ട് യാത്രയും ഡാമിലെ കാഴ്ചയും അതുപോലെ തന്നെ തൊട്ടടുത്ത് ചേർന്നുള്ള ജംഗിൾ പാർക്കുമാണ്. നമുക്കിവിടെ ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് വരുന്നത് 20 രൂപയാണ് കേട്ടോ. ജംഗിൾ പാർക്കിലേക്കും അതുപോലെ തന്നെ ഡാമിലേക്കും രണ്ടിടത്തേക്കും കൂടിയിട്ടാണ് 20 രൂപ വരുന്നത്. ഭൂതത്താൻകെട്ട് ഡാം എന്ന പേര് വന്നതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. പണ്ട് ഈ ഡാമിന്റെ അക്കരയ്ക്ക് ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നെന്നും ആ ദേവീക്ഷേത്രം മുക്കിക്കളയുവാൻ വേണ്ടിയിട്ട് ഒരു ഭൂതം വലിയ വലിയ ഉരുളൻകല്ലുകൾ 2 സൈഡിൽ നിന്നും കൊണ്ടിട്ട് ഡാം കെട്ടാൻ ശ്രമിച്ചെന്നും ഇതറിഞ്ഞ് ദേവി നേരം വെളുത്തെന്നറിയിക്കാൻ വേണ്ടിയിട്ട് കോഴി കൂവുന്നത് പോലെ ശബ്ദം കേൾപ്പിക്കുകയും നേരം വെളുത്തതായി കരുതി ഭൂതം അതവിടെ ഇട്ടിട്ട് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ഐതിഹ്യം കൂടി ഈ ഡാമിനുണ്ട്. നമുക്ക് ഡാമിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ബോട്ട് ചട്ടിയും വരുന്നത്. ഡാമിന്റെ സൈഡിൽ കൂടിയുള്ള ഒരു വഴിയാണിത്. ഈ വഴിയിൽ കൂടെ നടന്ന് നമ്മൾ കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ബോട്ട് ചട്ടിയിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് ഈ വഴി മാത്രമല്ല, ജംഗിൾ പാർക്കിന്റെ സൈഡിൽ നിന്നും ഒരു റോഡ് കൂടി ബോട്ട് ചട്ടിയിലേക്ക് വരുന്നുണ്ട്. അതിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിന് നേരിട്ട് വരാൻ സാധിക്കും. ഇവിടെ ബോട്ടിംഗ് മാത്രമല്ല കേട്ടോ, കയാക്കിങ്ങിനുള്ള സൗകര്യം കൂടിയുണ്ട്. കയാക്കിങ്ങിന് ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഈ കാണുന്ന ഫുട്പാത്തിലൂടെയാണ് കേട്ടോ നമ്മൾ ബോട്ട് ചട്ടിയിലേക്ക് നടന്നു പോകേണ്ടത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഈ പാത തന്നെ തിരഞ്ഞെടുക്കണം. കാരണം 2 സൈഡിലും കൂടിയുള്ള പുഴയുടെ കാഴ്ചയും അതുപോലെ ചുറ്റുമുള്ള ഈ പച്ചപ്പും എല്ലാം കണ്ടുള്ള ഈ യാത്ര അതിമനോഹരമായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ നിരവധി ബോട്ടുകൾ സൈഡിൽ കൂടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപക്ഷെ തിരക്ക് കൂടുന്നതിനനുസരിച്ചിട്ടായിരിക്കണം ഓരോ ബോട്ടും എടുക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ബോട്ടാണെന്നുണ്ടെങ്കിൽ 1500 രൂപ കൊടുത്താൽ നമുക്ക് ഒരു ഫാമിലിക്ക് മൊത്തമായിട്ട് നമുക്കതിൽ പോകാൻ സാധിക്കും. അല്ലാണ്ട് വലിയ ഹൗസ് ബോട്ടും ഇവിടെയുണ്ട്. ഹൗസ് ബോട്ടിന് ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വന്നത്. ബോട്ട് ചട്ടിയോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർക്കും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഹൗസ് ബോട്ടിലാണ് കേട്ടോ പോയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൗസ് ബോട്ടിൽ ഒരാൾക്ക് 200 രൂപയായിരുന്നു ടിക്കറ്റ് റേറ്റ്. അവിടെ പിന്നെ നമ്മൾ മിനിമം ഒരു 10 പേര് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതും ആയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിംഗ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം.
നമ്മളിതിന് മുന്നേ ബോട്ട് യാത്ര ചെയ്തത് തേക്കടിയിൽ വെച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ബോട്ട് യാത്ര എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോട്ടിൻ്റെ അകത്ത് അവർ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും നല്ല ഒരു പ്രത്യേക വൈബിലായിരുന്നു നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ കാടിനോട് കുറച്ചുകൂടി ചേർന്നായിരുന്നു ബോട്ട് പോയിക്കൊണ്ടിരുന്നത്. ബോട്ടിൽ കൂടിയുള്ള യാത്ര അതിമനോഹരം തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ബോട്ടിൽ പോയി അങ്ങ് കഴിയുമ്പോൾ നമുക്ക് ഈ കാണുന്ന രണ്ട് കൂറ്റൻ മലകളെല്ലാം കാണാൻ സാധിച്ചിരുന്നു. രണ്ട് പുഴകളാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇടമലയാറും പെരിയാറും. നമ്മൾ ചെറിയ ബോട്ടിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ തുരുത്തിൻ്റെ അകത്തേക്ക് ആ ബോട്ടിൽ നമുക്ക് കയറി പോകാൻ സാധിക്കും. നമ്മുടെ വലിയ ബോട്ടായതിനാൽ നമുക്ക് അങ്ങോട്ടേക്കൊന്നും കയറി ചെല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് ചെറിയ ബോട്ടുകളിൽ പോകുന്നവർ കാണുന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ബോട്ട് തിരിഞ്ഞു പോകുന്ന സമയമായപ്പോഴത്തേക്കും ഏറെക്കുറെ സൂര്യാസ്തമയം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകുമ്പോൾ കിട്ടിയ കാഴ്ചയും ഏറെ വ്യത്യസ്തമുള്ളത് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഏറെക്കുറെ തിരിച്ച് ബോട്ട് ചട്ടിയുടെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ നിന്നുകൊണ്ട് കണ്ട ഡാമിലെ കാഴ്ച ഏറെ വ്യത്യസ്തം നിറഞ്ഞത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ടിങ് ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. 1 മണിക്കൂറാണ് കേട്ടോ ഇവിടുത്തെ ബോട്ടിങ്ങിനുള്ള സമയം. എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഫുട്പാത്തിലൂടെയുള്ള യാത്ര തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എറണാകുളത്തുള്ള എല്ലാവരും ഇവിടെ ഒരിക്കലെങ്കിലും വന്ന് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്